മോർണിംഗ്, ഇറ്റ്സ് മീ ഇഷാമ. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ 2026 ജനുവരി പകുതി ആയിട്ടുണ്ട് അല്ലേ. ഒരുപാട് ആളുകൾ ഗോൾസ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇനിയിപ്പോൾ വരാൻ പോണ അതൊക്കെ എവിടെ എത്തി, എന്തായി എന്നുള്ളതൊക്കെ പേഴ്സണലി നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി വരാൻ പോണ മന്ത് എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി മാർച്ച്. അപ്പോൾ അതിൽ ചില വിഭാഗപ്പെട്ട ആളുകൾ അല്ലേ, ചില കൈൻഡ് ഓഫ് പീപ്പിൾസ്, നമ്മളെ കൂട്ടുകാർ, അപ്പൊ അവര് ചില ആളുകൾ പേടിക്കുന്ന ഒരു മന്താണത് ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള മന്ത്. അപ്പം മെയിൻ ആയിട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവർക്കും അറിയില്ല അല്ലെ, ബോർഡ് എക്സാമുകൾ, ഒരുപാട് ബോർഡ് എക്സാം, SSLC, +2 ഇതൊക്കെ നടക്കുന്ന മന്താണെന്ന് ഫെബ്രുവരി മാർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മന്ത്. അപ്പൊ അതില് ചില ആളുകൾക്ക് ഭയങ്കര പേടിയാവും അല്ലെ, എന്തായിരിക്കും, എങ്ങനെ ആയിരിക്കും, പാസ്സാവോ, പാസ്സായിട്ട് എന്താ ചെയ്യാ, ഈ കൈൻഡ് ഓഫ് ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സിലൂടെ ആവും ചില ആളുകൾ കടന്നു പോവാ. അപ്പോ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മിക്ക ആളുകളും ഈ ഒരു ജേണി കടന്നു പോയിട്ടാണ് എത്തിയിട്ടുണ്ടാവുക, ഓരോ മേഖലയിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പോൾ പല സിറ്റുവേഷൻസിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാവും. അപ്പൊ ആ ഒരു ജേണി എന്ന് പറഞ്ഞാല് ചില ആളുകൾ പറയും അല്ലെ, 10ാം ക്ലാസ് എക്സാം പോയി, ഇതാണ് എന്റെ ടേണിംഗ് പോയിന്റ് അല്ലെ. +2 എത്തുമ്പോ പറയും ഇതല്ല, ഇനി വരാനുള്ളതാണ് എന്റെ ടേണിംഗ് പോയിന്റ്. അപ്പൊ ഈ കൈൻഡ് ഓഫ് ടോക്കിലെ പീപ്പിൾസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഇതല്ല അതാണ്, അതല്ല ഇതാണ്. അപ്പൊ നമ്മള് ചിന്തിക്കുക അല്ലെ, നമ്മള് മെയിൻ ആയിട്ട് തോട്ട് ചെയ്യാം എന്താണ് എന്റെ സ്കില്ല് അല്ലെ. ഞാനിപ്പോ എല്ലാരും ഈ പോണ എല്ലാരും ഒഴുക്കിലാവും പോവാ. ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 കഴിഞ്ഞാല് ഡിഗ്രി അല്ലെങ്കിൽ വേറെ കൈൻഡ് ഓഫ് അല്ലെ എക്സാംസ് തന്നെ മെയിൻ. ഇങ്ങനെ എക്സാം എഴുതി പാസ്സായി നമ്മൾ എവിടെയാണോ, നമ്മളെ സ്കില്ല് എന്താണോ, നമ്മളത് ആ ഒരു രീതിയിൽ നമ്മൾ മറന്നു പോകും സത്യം പറഞ്ഞാൽ. പിന്നെ ഒരു പോയിന്റ് ഓഫ് കൈൻഡ് ഓഫ് സ്റ്റേജ് എത്തുമ്പോഴാണ് നമ്മളെ സ്കില്ലിനെ പറ്റിയും കാര്യങ്ങളെ പറ്റിയും ഒക്കെ നമ്മൾ ചിന്തിക്കുക. അപ്പൊ അതിനു മുന്നേ ഞാനിപ്പോ എന്റെ ബോസിനോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മൾ അതിനു മുന്നേ തന്നെ നമ്മൾ എന്താണ്, നമ്മളെ സ്കില്ല് കണ്ടെത്താൻ മെയിൻ ആയിട്ട് ശ്രമിക്കുക. അത് സ്കില്ല് എന്ന് പറഞ്ഞാല് നമുക്ക് പല വ്യക്തികൾക്കും പലതാവും അല്ലെ. നമ്മളൊരു പേപ്പർ ഡിഫൈൻ ചെയ്യില്ല നമ്മളെ സ്കില്ല് ഇതാണെന്ന്. ഓക്കെ, അതായിരിക്കില്ല. അതിൽ ചിലപ്പോ നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല. ചിലപ്പോ നമുക്ക് എന്താണ്, ആ ഒരു ബുക്ക് ഓഫ് കൈൻഡ് ഓഫ് മെത്തഡോളജി നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാത്ത ആളുകളായിരിക്കാം. ചിലവർക്ക് ഭയങ്കര റീഡിങ് ആവും, ചിലവർക്ക് ഭയങ്കര റൈറ്റിംഗ് ആവും. ഡിഫറെന്റ് കൈൻഡ് ഓഫ് സ്കിൽസ് ഉള്ള അതായത് ഒരിതാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പല ആളുകൾക്കും വ്യത്യസ്ത കഴിവുകളാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മളെ കഴിവ് എന്താണോ, ഏത് മേഖലയിലാണോ നമ്മളെ കഴിവുള്ളത് അവിടെ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുക, അവിടെ നമ്മൾ എഫേർട്ട് ഇടുക, ടൈം എഫേർട്ട് ഇടുക. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്താണ്, എക്സാംസ് എഴുതി എനിക്കൊന്നും പഠിക്കാൻ പറ്റില്ല, അന്നേ മുതലേ എനിക്ക് നോക്കിയാൽ മതിയായിരുന്നു അല്ലെ. അക്കാദമിക്ക് ഇപ്പം 10ാം ക്ലാസ് തുടങ്ങും അല്ലെങ്കിൽ +1 തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മതിയായിരുന്നു, എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം, എനിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റും. പക്ഷെ ഒരിക്കലും എന്താണ്, നമുക്കൊരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്തായി തീരുമെന്ന്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു പേപ്പറല്ല അല്ലെങ്കിൽ ഒരു എക്സാം നമ്മളെ ഇന്നതായിത്തീരുന്ന ഒരിക്കലും നമ്മൾ ജഡ്ജ് ചെയ്യരുത്. നമുക്ക് അങ്ങനത്തെ ഒരു സാഡ്നെസ് നമുക്ക് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ്, എക്സാംസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അല്ലെ, ഒരുപാട് എക്സാമ്പിൾ ഇനി വരാനുള്ളതാണ്. അപ്പൊ നമ്മളായി ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് ഭയങ്കര സാഡായിട്ട് ഇരിക്കേണ്ട. എക്സാം വരുന്നത് നമ്മളെ കൊണ്ട് എന്താണോ നമ്മളെ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കഴിവുകൾ ഉള്ളത് അത് മാക്സിമം കൊടുക്കുക, ഇൻപുട്ടായിട്ട് കൊടുക്കുക, എഫേർട്ട് ഇടുക, അതാണ്. അപ്പോൾ ഇന്ന് ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ. വ്യത്യസ്ത മേഖലകളിലെ കഴിവുകൾ നമുക്ക് ഇവിടെ നിരനിരയായിട്ടുണ്ട്. അത് നമ്മൾ കാണാൻ, നമ്മൾ ഫോക്കസ് ചെയ്യാനും ശ്രമിക്കുക. അല്ലാതെ നമ്മൾ എന്താ പറയാ, നമുക്ക് ടോപ്പർ ആയില്ലല്ലോ എന്നൊന്നും വിചാരിച്ച് വിഷമിക്കാതിരിക്കുക. ഓക്കെ, താങ്ക് യു.